കഴിഞ്ഞ തവണ കേവലം വോട്ടുകൾക്ക് കൈവിട്ട കൊച്ചി കോർപ്പറേഷൻ ഗിരിനഗർ ഡിവിഷൻ ഇത്തവണ സ്വന്തമാക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൻ ഡി എ. അധികാരമോഹത്താൽ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ കോൺഗ്രസിന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിന്ധു പോൾ പറയുന്നു. വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട പ്രചരണം കൊഴുക്കുകയാണ്. ഒരു പ്രസൻസ് ഫീൽ ചെയ്യണ്ടേ, ജയിച്ചു കഴിഞ്ഞിട്ടേ അല്ല അത് വേണം. നമ്മൾ കുറച്ച് പൊളിറ്റിക്സ് വലുതായിട്ടൊരു മാത്രം പൊളിറ്റിക്കൽ വോട്ട് മാത്രം അല്ലല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ഫൈറ്റാണ്, അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്, മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട്. ഗിരിനഗർ ഡിവിഷനിലാണ് കൊച്ചി കോർപ്പറേഷന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരിടം. ഇത്തവണ NDA അതിശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ വാർഡാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്, നമ്മുടെ ചർച്ചകളിലൊക്കെ നിരന്തരം വരുന്ന ആളാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥി സിന്ധുമോൾ. ചേച്ചി, എങ്ങനെയാണ് പ്രചാരണം? ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇത്തവണ മുന്നോട്ട് വെക്കുന്നത്? കഴിഞ്ഞ തവണ ഒരുപക്ഷെ കുറഞ്ഞ വോട്ടിന് കൈവിട്ടുപോയ വാർഡാണ്. ആ വാർഡ് ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള 100% ബോധ്യത്തോടെയാണ് ഞാനും എൻ്റെ പ്രവർത്തകരും ഒരു വിശദമായിട്ടുള്ള ഒരു പത്രിക മുന്നോട്ട് വെച്ചിട്ടാണ് ഓരോ വീടുകളും കയറുന്നത്. എന്താണ് ആ പത്രിക തയ്യാറാക്കിയത്? തന്നെ ഇവിടുത്തെ ആളുകളോടൊക്കെ കൂടി ആലോചിച്ചാണ് എന്നൊക്കെ കേട്ടു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സംഭവം? അതെ, ഇതാണ് എൻ്റെ വികസന പത്രിക. ഇത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെയും മറ്റും പ്രധാന ആളുകളോട്, എഡ്രാക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ തന്ന അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട്, പിന്നെ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ആശയങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വികസന പത്രികയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന രാഷ്ട്രീയം, എൻ്റെ രാഷ്ട്രീയം ഇതാണ്. ഞാൻ അവരോട് പറയുകയാണ്, ഇതാണ് എൻ്റെ രാഷ്ട്രീയം, ഇതൊന്ന് വായിച്ചു നോക്കുക, ഇതിനു വേണ്ടി എന്നെ വിജയിപ്പിക്കുക. ഈ ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത്? ഈ ഡിവിഷനെ സംബന്ധിച്ച് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ്, വികസനം നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഒരു അരമണിക്കൂർ ഒരു കനത്ത മഴ പെയ്താൽ ഗിരിനഗറിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വെള്ളക്കെട്ട്. ഇപ്പോൾ പെരിഫറലായിട്ട് ഇവിടെ കുറച്ച് പൈസ ഉപയോഗിച്ച് റോഡൊന്ന് ടച്ച് ചെയ്തു പോകും, കുറേ ഭാഗങ്ങൾ ടൈലിടും എന്നുള്ളതിൽ കവിഞ്ഞ് വെള്ളക്കെട്ട് മാറ്റുക, കാനകൾ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ അടിസ്ഥാനപരമായി ഒരു ഡിവിഷനിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അത്തരം പദ്ധതികളൊന്നും ഇവിടെ ഇല്ല. ലഹരി ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ സുരക്ഷിതരല്ല ഇന്ന് ഗിരിനഗറിൽ. അതുപോലെ തന്നെ ഒരു ആവശ്യത്തിന് ഇവിടുത്തെ ജനങ്ങൾക്ക് അവർ ചെല്ലുമ്പോൾ പറയുന്നത്, വോട്ട് ചോദിച്ചു പോയി ജയിച്ചു, ഒരാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരാൻ ഇവിടെ ആളില്ല. ഇപ്പം മാലിന്യ നിർമ്മാർജ്ജനം ഞാൻ ആഗ്രഹിക്കുന്ന GPS സംവിധാനത്തിലൂടെ മാലിന്യം വീടുകളിൽ നിന്ന് ശേഖരിക്കുക എന്നുള്ള പദ്ധതി ഉൾപ്പെടെ AI സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഭാവി ഗിരിനഗറിനെ സുരക്ഷിതമാക്കാൻ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പരിഹാരം ആവശ്യമുണ്ട്. ആ പരിഹാരമാണ് ഞാൻ എൻ്റെ വികസന പത്രികയിലൂടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഈ തവണ മത്സരത്തിൽ ചില വിമത നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. രാഷ്ട്രീയമായി അതെങ്ങനെ ഗുണം ചെയ്യും? അത് അവരുടെ രാഷ്ട്രീയമാണ്. എങ്കിലും ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെ തമ്മിലടിക്കുന്ന ഒരു പാർട്ടിയെ ഇവിടെ വിജയിപ്പിക്കേണ്ട, കാരണം അവരെന്ത് വികസനം കൊണ്ടുവരുമെന്നാണ്. അവർക്ക് തമ്മിൽ ഒരു യോജിപ്പില്ല. പരമ്പരാഗതമായി അവർ വോട്ട് ചെയ്തിരുന്ന ആളുകൾ പോലും ഇന്ന് മാറി ചിന്തിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. മാറ്റം വേണമെന്ന് അവർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഉൾപ്പോര് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് ഇവരിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇന്നിവിടെയുണ്ട്. എൻ്റെ രാഷ്ട്രീയ അമ്മ ഇതിലുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നടപ്പിലാക്കാനാണ് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഞാൻ കൂടെ ഉണ്ടാവും. ഏതാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഞാനുണ്ട്. തമ്മിൽ തല്ലുന്നതല്ല നേതൃത്വം, കൂടെ ചേരുന്ന, നയിക്കാൻ കഴിയുന്ന ഒരാളാവണം വാർഡിനെ നയിക്കേണ്ടത് എന്നാണ് ജനങ്ങളുടെ ആവശ്യം. അതേ ആവശ്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഇപ്പോൾ സിന്ധുമോൾ ഉറപ്പ് നൽകുന്നത്. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കൊച്ചി.